Welcome dear students. കഴിഞ്ഞ ZEOTS-3 and Botany പാർട്ടിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ആൻസർ ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക് പോകാം. ദ പ്രിഡോമിനൻ്റ് പിഗ്മെൻറ്റ് ഇൻ റെഡ് ആൽഗെ. നമുക്കറിയാം 3 ആൽഗൽ ഗ്രൂപ്പ്: ക്ലോറോഫൈസിയെ, Phaeophyceae and Rhodophyceae. Chlorophyceae chlorophyll A, B. Then Phaeophyceae chlorophyll A, C. Then xanthophyll and carotid. Then Rhodophyceae chlorophyll A, D. ഇനി ബ്രൗൺ ആൽഗയിൽ അഥവാ Phaeophyceae color ranges from olive green to various shades of brown depending upon the amount of a xanthophyll pigment called fucoxanthin. അതുപോലെ തന്നെ ഇതിൽ റെഡ് ആൽഗയിൽ റെഡ് കളർ ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ്. ഈവൻ ദോ ക്ലോറോഫിൽ എ ആൻഡ് ഡി ഈസ് ദെയർ, ദ റെഡ് കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ റെഡ് പിഗ്മെൻറ്റ് കോൾഡ് ഫൈക്കോഎരിത്രിൻ. സോ ദ predominant pigment that found in red algae is option 2, phycoerythrin. Clear? Option 2 ആണ് ആൻസർ. Next question. Find out the false statement. In Phaeophyceae, food is stored in the form of complex carbohydrates such as mannitol and laminarin. That is the right option. Then Bryophytes are called amphibians of the plant kingdom. ശരിയല്ലേ? Because they can live on land but requires water for their sexual reproduction. Then Porphyra and Sargassum are used as food. Belongs to the class Rhodophyceae. Porphyra, Sargassum എന്നിവ എന്താണ്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. അത്രയും കറക്റ്റാണ്. ബട്ട് ബിലോങ് ടു ദ ക്ലാസ് റോഡോഫൈസിയെ. പോർഫൈറ ശരിയാണ്, പക്ഷേ സർഗാസം ഏതിലല്ല? റോഡോഫൈസിയ അല്ല. സർഗാസം ബിലോങ്സ് ടു ഫിയോഫൈസിയെ. സോ ഓപ്ഷൻ 3 ഈസ് ഇൻകറക്റ്റ്. ദെൻ ബ്രൗൺ ആൽഗെ ഹാവ് എ മൊട്ടൈൽ ഗാമേറ്റ്സ് വിത്ത് 2 lateral flagella only. അല്ലേ? ബ്രൗൺ ആൽഗയിൽ മൊട്ടൈൽ ഗാമേറ്റ്സ് ആണ്, 2 unequal laterally inserted flagella. So the false option is option 3. Question number 3ലേക്ക് പോകാം. വിച്ച് ഈസ് കോമൺ ടു ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. നോക്കൂ, ഇൻ ഓൾ ലൈഫ് സൈക്കിൾ ഈസ് ആപ്ലോണ്ടിക്. ഫോൾസ് അല്ലേ? അതായത് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും കാണുന്നത് ഇൻ്റർമീഡിയറ്റ് കണ്ടീഷനാണ്. അതിനെ നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ, കറക്റ്റാണ് അല്ലേ? ട്രാൻസ്പോർട്ട് ഓഫ് മെയിൽ ഗാമേറ്റ്സ് റിക്യൂർ വാട്ടർ, കറക്റ്റാണ്. സോ സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ബ്രയോഫൈറ്റ്സിനും ടെറിഡോഫൈറ്റ്സിനും ആപ്ലിക്കബിൾ ആണ്. കാരണം രണ്ടിൻ്റെയും സെക്സ് ഓർഗനുകൾ മൾട്ടി സെല്ലുലാറാണ്, ജാക്കറ്റഡ് ആണ്, ആൻഡ് ആർ കോൾഡ് ആന്ത്രിഡിയം ആൻഡ് ആർക്കിഗോണിയം അല്ലേ? രണ്ടിലും മെയിൽ ഗാമേറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വാട്ടർ ആവശ്യമാണ്. സോ ബോത്ത് 2 and 3 ആർ ദ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ? ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following have a flagellated gametes? Flagellated gametes ലൈഫ് സൈക്കിളിൽ വരുന്നത് ഏതിലാണ്? എക്ടോകാർപ്പസ് ഫസ്റ്റ് ഓപ്ഷൻ. ബ്രൗൺ ആൽഗയാണ്. ഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് ഉണ്ട്. സ്പൈറോഗൈറ നമ്മൾ പഠിച്ചു, ഐസോഗമിക് എക്സാമ്പിളാണ്, പക്ഷേ അവിടെ മെയിൽ ഗാമേറ്റ് നോൺ മൊട്ടൈലാണ്. അടുത്ത് പോളിസൈഫോണിയ പോർഫൈറ റെഡ് ആൽഗയാണ്. പോളിസൈഫോണിയയും പോർഫൈറയും റെഡ് ആൽഗ ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇൻ റെഡ് ആൽഗെ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്, നോട്ട് present in life cycle. So സ്പൈറോഗൈറയിൽ ഗാമേറ്റ്സ് ഇമ്മൊട്ടൈലാണ്. പോളിസൈഫോണിയയിലും പോർഫൈറയിലും റെഡ് ആൽഗ ആയതുകൊണ്ട് തന്നെ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ഇല്ല. സോ ഇതെല്ലാം എങ്ങനെയുള്ളതാണ്? നോൺ മൊട്ടൈലാണ്. മൊട്ടൈലായിട്ടുള്ളത് ഏതിൽ മാത്രമാണ്? ഓപ്ഷൻ 1 എക്ടോകാർപ്പസ്. സോ ദ ആൻസർ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോകാം. ദ ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് പാർട്ട് ഓഫ് ഫ്യൂക്കസ്. ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്. നമുക്കറിയാം ലാമിനാറിയ, സർഗാസം ബ്രൗൺ അല്ലേ? ഫ്യൂക്കസ് പോലുള്ള ബ്രൗൺ ആൽഗകളുടെ പ്രത്യേകത, ദ പ്ലാന്റ് ബോഡി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 parts. വാട്ട് ആർ ദേ? എ ബേസൽ സ്ട്രക്ചർ ഫോർ ആങ്കറേജ് കോൾഡ് ഹോൾഡ് ഫാസ്റ്റ്, ദ മിഡിൽ സ്റ്റോക്ക് ലൈക്ക് റീജിയൻ കോൾഡ് സ്റ്റൈപ്പ്, ആൻഡ് ദ ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് പാർട്ട് ഈസ് കോൾഡ് ഫ്രോണ്ട്. സോ ദ ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് പാർട്ട് ഓഫ് ദ ഫ്യൂക്കസ് ഈസ് കോൾഡ് ഓപ്ഷൻ 3 ആണ് ആൻസർ, ഫ്രോണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ false statement. Choose the false statement regarding bryophytes. The main plant body of bryophyte is gamete producing. നമുക്കറിയാം in bryophyte the predominant, the
main dominant independent photosynthetic phase is a haploid gametophyte. It reproduces by the formation of gametes, hence called gametophyte. Then they produce prothallus. അല്ലേ, ഫോൾസ് അല്ലേ? ടെറിഡോഫൈറ്റിലാണ് ടെറിഡോഫൈറ്റുകളുടെ സ്പോറിൻ്റെ ജെർമിനേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന മൾട്ടി സെല്ലുലാർ അല്ലേ ഫ്രീ ലിവിങ് താലോയിഡ് സ്ട്രക്ചർ, മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക് താലോയിഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോത്താലസ്. അപ്പോൾ പ്രോത്താലസ് വരുന്നത് ഏതിലാണ്? ബ്രയോഫൈറ്റിലാണ്, ടെറിഡോഫൈറ്റിലാണ്. ലിവർ വേർഡ്സിന് താലോയിഡ് ഗാമറ്റോഫൈറ്റ്. നമുക്കറിയാം ലിവർ വേർഡ്സും മോസസും ഉണ്ട്. അതിൽ ലിവർ വേർഡ്സിൽ ഗാമറ്റോഫൈറ്റ് താലോയിഡാണ്. ദേ ഹാവ് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻ, അതും കറക്റ്റാണ്. So the wrong statement regarding bryophyte is they produce prothallus, because prothallus is the characteristic feature of, അല്ലെങ്കിൽ prothallus is the gametophyte of pteridophytes. Question number 7. Given below are two statements. Statement 1. In Gymnosperms, the male and female gametophyte have a independent free living existence. Gymnospermന്റെ മെയിലും ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഫോൾസ് അല്ലേ? ഇൻ ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെം, ബോത്ത് ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെം, ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡു നോട്ട് ഹാവ് എനി ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ്. അല്ലേ, അവിടെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയാലും ശരി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയാലും ശരി രണ്ടിനും ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ല. ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ വൺ ഓർ എ ഫ്യൂ സെൽഡ് സ്ട്രക്ചർ, ഒന്നോ എ ഫ്യൂ സെൽഡ് സ്ട്രക്ചർ മാത്രമാണ്. ആൻഡ് ദേ റിമെയിൻ വിത്തിൻ ദ പാരൻ്റ് സ്പോറോഫൈറ്റ്. അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിൽ ഓവ്യൂളിനുള്ളിൽ കാണും, അല്ലേ? മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ മെയിൽ ഗാമറ്റോഫൈറ്റായ പോളൻ ഗ്രെയിൻ കാണും. അപ്പോൾ അത്രയ്ക്ക് റെഡ്യൂസ്ഡ് സ്ട്രക്ചറാണ്, ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസേ ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദേ ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2. The multicellular female gametophyte is retained within the megasporangium. ശരിയല്ലേ? ഈ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മൾട്ടിസെല്ലുലാർ ആണ്, ആൻഡ് ബോത്ത് ഇൻ ജിംനോസ്പെം ആൻഡ് ആൻജിയോസ്പെം ഇറ്റ് ഈസ് റീറ്റെയിൻഡ് വിത്തിൻ ദ പാരൻ്റ് സ്പോറോഫൈറ്റ്. അതായത് മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിൽ റീറ്റെയിൻ ചെയ്തിരിക്കും. ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. നമുക്കറിയാം ഫസ്റ്റ് ഫോൾസും സെക്കൻഡ് കറക്റ്റുമാണ്. സോ ദ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. Statement 1 is incorrect, 2 is correct. Next question 8. Zygotic meiosis is the characteristic feature of. നമുക്കറിയാം മെജോറിറ്റി ആൽഗയിലും കാണപ്പെടുന്ന ലൈഫ് സൈക്കിളാണ് ഏത് ലൈഫ് സൈക്കിളാ? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, അല്ലേ? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോസ്റ്റ് ആൽഗെ. ആൻഡ് ഇൻ such a case, the dominant photosynthetic free living phase is independent photosynthetic phase gametophyte ആണ്. ഗാമറ്റോഫൈറ്റ് ആണ് മെയിൻ ഫേസ് എന്ന് പറയുന്നത്. അത് ഹാപ്ലോയിഡ് ആണെന്ന് നമുക്കറിയാം. ഗാമറ്റോഫൈറ്റിൽ മെയിലും ഫീമെയിലും എന്തുണ്ടാവും? ഗാമേറ്റ്സ് ഫോം ചെയ്യും. ഈ ഗാമേറ്റ് ഫ്യൂസ് ചെയ്താൽ, അതായത് ഗാമേറ്റിൻ്റെ ഫ്യൂഷൻ നടന്ന് സിംഗമി നടന്നാൽ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. ദ ഡിപ്ലോയിഡ് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓൺലി സൈഗോട്ട്, സിംഗിൾ സെൽഡ് സൈഗോട്ട്. പക്ഷേ നമുക്കറിയാം സൈഗോട്ട് അണ്ടർഗോ മിയോസിസ്, അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ഫോം ചെയ്യുന്നു. സ്പോറിൻ്റെ ജെർമിനേഷൻ നടന്ന് വീണ്ടും ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യും. സോ ഹിയർ ദി diploid phase is represented by only single celled zygote. Major phase in the life cycle is haploid. ആ ഹാപ്ലോയിഡ് ഫേസ് മാത്രമാണ് predominant stage photosynthetic phase. ഒരു സിംഗിൾ സെൽഡ് സൈഗോട്ടാണ് ഡിപ്ലോയിഡ് ഫേസ്. സൈഗോട്ട് ഉടനെ തന്നെ മിയോസിസ് നടക്കും. സോ സൈഗോട്ടിക് മിയോസിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾ മെജോറിറ്റി ആൽഗകളും എക്സാമ്പിളാണ്. അപ്പോൾ മെജോറിറ്റി ആൽഗയും വരുമ്പോൾ ക്ലാമിഡോമോണസ്, ക്ലോറല്ല, വോൾവോക്സ്, യൂലോത്രിക്സ്, ഈഡഗോണിയം, ഇതെല്ലാം നമ്മൾ എക്സാമ്പിൾ, സ്പൈറോഗേറൊക്കെ എക്സാമ്പിൾ പഠിച്ചതാണ്. സോ ഇവിടെ ഓപ്ഷൻ ഏതുണ്ട്? 3. ഏതാ? ക്ലാമിഡോമോണസ്. അതേസമയം ഫ്യൂക്കസ് ഒരു ഡിപ്ലോണ്ടിക് ആൽഗയാണ്. അവിടെ മേജർ ഫേസും ഡിപ്ലോയിഡാണ്. മനസ്സിലായല്ലോ? സൈഗോട്ട് വളർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവും. അതേസമയം സ്പാഗനും പോളിട്രൈക്കം എന്നിവ ബ്രയോഫൈറ്റ് ആണ്. അവിടെ സൈഗോട്ട് അവിടെയും നോട്ട് അണ്ടർഗോ മിയോസിസ് ബട്ട് ഡെവലപ്സ് ഇൻ ടു എ ഡിപ്ലോയിഡ് പ്ലാന്റ്. ലൈക്ക് ഏതാ? ഫ്യൂക്കസിനെ പോലെ അവിടെ ഡിപ്ലോയിഡ് പ്ലാന്റ് ആയിട്ട് മാറും.
പക്ഷേ അത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ലിവ്ഡ് സ്ട്രക്ചറാണെന്നേ ഉള്ളൂ വ്യത്യാസം. സോ സൈഗോട്ടിക് മിയോസിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അതിന് എക്സാമ്പിൾ മെജോറിറ്റി ആൽഗെ, എക്സാമ്പിളായി ക്ലോറല്ല, ക്ലാമിഡോമോണസ്, സ്പൈറോഗൈറ, വോൾവോക്സ്, ഈഡോഗോണിയം അല്ലേ, തുടങ്ങിയവ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ പൈറിനോയിഡ്സ് ആർ പ്രോമിനൻറ്റ്? നമുക്കറിയാം, ഇൻ ഗ്രീൻ ആൽഗെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ, മോസ്റ്റ് ഗ്രീൻ ആൽഗെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ വൺ ഓർ മോർ പൈറിനോയിഡ്. Pyrenoids are storage bodies which store starch. In addition to starch, they contain protein also. അപ്പോൾ മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഗ്രീൻ ആൽഗെ പൊസസ് എന്താണ്? പൈറിനോയിഡ്, സ്പൈറോഗൈറ, വോൾവോക്സ്, ക്ലാമിഡോമോണസ്, ഇതെല്ലാം പൈറിനോയിഡ് ഉണ്ട്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ക്യാര പോലുള്ള ചില ആൽഗകളിൽ മാത്രം പൈറിനോയിഡ് ആബ്സെൻ്റ് ആയിരിക്കും. എനിവേ, ഗ്രീൻ ആൽഗയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഊഗാമസ് ആൽഗെ. നമ്മൾ ഐസോഗമി, അനൈസോഗമി, ഊഗമി, ഇങ്ങനെ 3 തരം സെക്ഷൽ ഫ്യൂഷൻ ആൽഗയിലുണ്ടെന്ന് ആൽഗെ പഠിച്ചവൻ പറഞ്ഞു. ഐസോഗാമിക് എക്സാമ്പിളായി ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഓഫ് സിമിലർ സൈസ് ആൻഡ് ഷേപ്പ്. ഐസോഗാമിക് എക്സാമ്പിളായി നമ്മൾ ക്ലാമിഡോമോണസ് അല്ലേ, ക്ലാമിഡോമോണസ് അല്ലേ ഇവിടെ പഠിച്ചത്, സ്പൈറോഗൈറയും യൂലോത്രിക്സും. സ്പൈറോഗൈറയിൽ ഐസോഗാമേറ്റ്സ് നോൺ മൊട്ടൈലാണെങ്കിൽ യൂലോത്രിക്സിൽ മൊട്ടൈൽ ഐസോഗാമേറ്റാണ്. ദെൻ അനൈസോഗാമിക് എക്സാമ്പിളായി യൂഡറീന പഠിച്ചു. അപ്പോൾ ഇത് രണ്ടും ഐസോഗാമിയാണ്. യൂഡറീനയിൽ ഏതാണ്? അനൈസോഗാമിയാണ്. ഊഗാമിക് എക്സാമ്പിളായി വോൾവോക്സും ഫ്യൂക്കസും പഠിച്ചു. ഊഗാമിക് ഏതിലൊക്കെയാണ്? വോൾവോക്സിലും ഫ്യൂക്കസിലും. ഇതല്ലാതെ നിങ്ങൾ പഠിച്ചു ഇൻ മെജോറിറ്റി ഓഫ് ദ റെഡ് ആൽഗെ ഇൻ റെഡ് ആൽഗെ gametes are non-motile. Sexual reproduction takes place by the fusion of non-motile gametes and the sexual reproduction is oogamous type. ആ റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിൾ അല്ലേ ഗ്രാസിലാറിയ, ജെലിഡിയം, പോളിസൈഫോണിയ അല്ലേ തുടങ്ങിയവ, പോർഫൈറ. അപ്പോൾ അതിലെല്ലാം ഊഗാമി ആയിരിക്കും. അപ്പോൾ വോൾവോക്സിനെയും ഫ്യൂക്കസിനെയും കൂടാതെ നമ്മൾ പഠിച്ച റെഡ് ആൽഗയുടെ എക്സാമ്പിളുകളും കൂടെ ഊഗാമിക്ക് എക്സാമ്പിളായി ഓർമ്മിച്ചിരിക്കുക. സോ ദ ആൻസർ ഓപ്ഷൻ 3 ഗ്രാസിലാറിയ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following അല്ലേ ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സെൽ വോൾ ഓഫ് റെഡ് ആൽഗെ? നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും. ഗ്രീൻ ആൽഗയുടെ സെൽ വോള് സെല്ലുലോസിക്കാണ്, വിച്ച് ഈസ് കോട്ടഡ് ബൈ പെക്റ്റിൻ. സോ ഔട്ടർ പെക്റ്റിൻ, ഇന്നർ സെല്ലുലോസിക്. അത് ഓപ്ഷൻ 4 ഉണ്ട്. ഔട്ടർ പെക്റ്റോസും ഇന്നർ സെല്ലുലോസിക്കും അത് വരുന്നത് ഗ്രീൻ ആൽഗയിലാണ്. അതുകൊണ്ട് റെഡ് ആൽഗയിൽ ഏതല്ല. അടുത്ത് നിങ്ങൾ പഠിച്ചു അല്ലേ, സെല്ലുലോസും ആൽജിനും ഇത് വരുന്നത് ബ്രൗൺ ആൽഗയിലാണ് അല്ലേ. ആൽജിൻ കവർ ചെയ്തിരിക്കും, സെല്ലുലോസിക് വോളിനെ കവർ ചെയ്തുകൊണ്ട് ആൽജിൻ. എന്നാൽ സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് എന്നിവ റെഡ് ആൽഗയുടെ സെൽ വോൾ ഫീച്ചറാണ്. സോ ദ ആൻസർ ഓപ്ഷൻ 3 സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ആൽഗെ ബിലോങ്സ് ടു ദ ക്ലാസ് റോഡോഫൈസിയെ? റെഡ് ആൽഗെ നമുക്ക് 4 എക്സാമ്പിളാണ് പഠിക്കാനുണ്ടായിരുന്നത്. 1 പോളിസൈഫോണിയ, 2 പോർഫൈറ, 3 ഗ്രാസിലാറിയ, ജെലിഡിയം. അതല്ലാതെ നിങ്ങളൊരു ഫ്രഷ് വാട്ടർ ഫോമിന് എക്സാമ്പിളും കേട്ടിട്ടുണ്ടാവും, ബെട്രാക്കോ സ്പെർമം. സോ ഹിയർ ഓപ്ഷൻ 2 ഉണ്ട്. പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലാറിയ, ജെലിഡിയം. ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കൂ, ലാമിനാറിയ സർഗാസം ബ്രൗൺ ആൽഗെ, ക്യാര റെഡ് ആൽഗെ ഗ്രീൻ ആൽഗെ, ഫ്യൂക്കസ് ആൻഡ് ഡിക്റ്റിയോട്ട വീണ്ടും ബ്രൗൺ ആൽഗെ. തേർഡ് ഓപ്ഷൻ ഇക്ടോകാർപ്പസ്, ഫ്യൂക്കസ്, ലാമിനാറിയ എന്നിവ ബ്രൗൺ ആൽഗയും, വോൾവോക്സ് ഗ്രീൻ ആൽഗയും, പോർഫൈറ റെഡ് ആൽഗയും. ലാസ്റ്റ് എല്ലാം റെഡ് ആൽഗയാണ്. സർഗാസം, ലാമിനാറിയ, ഇക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ് ഓൾ ആർ ബ്രൗൺ ആൽഗെ. സോ റെഡ് ആൽഗയുടെ കാറ്റഗറി പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലാറിയ, ജെലിഡിയം. എക്സാമ്പിൾ ഓപ്ഷൻ 2 ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. പൈറിഫോം സെൽസ് വിത്ത് ലാറ്ററലി അറ്റാച്ച്ഡ് അൺഈക്വൽ ഫ്ലാജല്ല. പൈറിഫോം പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഗാമേറ്റ് അല്ലെങ്കിൽ സൂസ്പോസും പിയറിൻ്റെ ഷേപ്പിലിരിക്കും. ദെൻ 2 അൺഈക്വൽ ആയിട്ടുള്ളതും ലാറ്ററലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുമായ ഫ്ലജല്ല വരുന്നത് ബ്രൗൺ ആൽഗയിലാണ്, ഫിയോഫൈസീൻ ആൽഗയിലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് എക്ടോകാർപ്പസ് ഉണ്ട്, ബാക്കി നോക്കൂ വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ 2 ഫ്ലജല്ല അവിടെ ഗ്രീൻ ആൽഗയിൽ 2 to 8 ആണ് ഫ്ലജല്ലേഷൻ. എപ്പിക്കലി ഇൻസേർട്ടഡ് ആണ്, ഈക്വൽ ആണ്.
ജെലിഡിയം എന്താണ്? റെഡ് ആൽഗയാണ്, ഫ്ലാജല്ലേറ്റഡ് സ്റ്റേജ് ഇല്ല. യൂലോത്രിക്സും ഗ്രീൻ ആൽഗയാണ്, അപ്പോൾ അതിൻ്റെ ഫ്ലാജല്ലേഷനാണ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 എക്ടോകാർപ്പസ്. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് കണ്ടെയ്ൻ കറക്റ്റ് മാച്ചിങ്. ഫസ്റ്റ് ജൈൻറ്റ് ബ്രൗൺ ആൽഗെ. ജൈൻറ്റ് ബ്രൗൺ ആൽഗെ അതായത് ഇൻ താലസ് ഓർഗനൈസേഷൻ ഇൻ ബ്രൗൺ ആൽഗെ നമ്മൾ പഠിച്ചപ്പോൾ സം ആർ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ജൈൻറ്റ് ബ്രൗൺ ആൽഗെ വിച്ച് എക്സ്റ്റെൻഡ് അപ് ടു 100 meters ഹൈറ്റ്. അങ്ങനെയുള്ള ബ്രൗൺ ആൽഗകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെൽപ്സ്. സോ ഓപ്ഷൻ 1 റിലേറ്റഡ് ടു കെൽപ്സ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, വോൾവോക്സ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കൊളോണിയൽ എന്താണ് ഗ്രീൻ ആൽഗെ. അടുത്ത് പ്രോട്ടോനീമ. പ്രോട്ടോനീമ സ്റ്റേജ് ലൈഫ് സൈക്കിളിൽ കാണപ്പെടുന്നത് ഏതിൻ്റെ കേസിലാണ് നമുക്കറിയാം? മോസസിലാണ്. സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന സ്റ്റേജ്. സോ പോളിട്രൈക്കം. ഓപ്ഷൻ 3 ഏതാണ്? എ. ദെൻ സ്പൈറോഗേറ. സ്പൈറോഗേറ ഒരു ഫിലമെൻറ്റസ് ആയിട്ടുള്ള എന്തിന് എക്സാമ്പിളാണ്? ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിളാണ്. ദെൻ കാരജിൻ. ഇറ്റ് ഈസ് എ എന്താണ് ഫൈക്കോകൊളോയിഡ് ദാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ഏതിൽ നിന്നാണ്? റെഡ് ആൽഗെ. സോ ഓപ്ഷൻ 5 ഡി. സോ 1C, 2E, 3A, 4F ആൻഡ് 5D. ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെറിഡോഫൈറ്റ് ഈസ് കോൾഡ് ഹോഴ്സ് ടെയിൽ? ഹോഴ്സ് ടെയിൽ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഇക്യൂസിറ്റം ആണ്. അതായത് ഫേൺസ് എന്നും ഹോഴ്സ് ടെയിൽസ് എന്നും ടെറിഡോഫൈറ്റിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ ഹോഴ്സ് ടെയിൽസിൽ വരുന്ന മെമ്പറാണ് ഇക്യൂസിറ്റം എന്ന ജീനസ്. ക്ലിയർ? ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ലൈഫ് സൈക്കിൾ പാറ്റേൺ ഈസ് ആപ്ലിക്കബിൾ ടു ജിംനോസ്പേം? ജിംനോസ്പേമിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ പാറ്റേൺ നമുക്കറിയാം ഡിപ്ലോണ്ടിക്കാണ്. അതേസമയം ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ പാറ്റേൺ എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും മോസ്റ്റ് ആൽഗയ്ക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളുമാണ്. സോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ബിക്കോസ് ദ ഡോമിനൻ്റ് ഇൻഡിപെൻഡൻറ്റ് അല്ലേ photosynthetic phase is represented by diploid sporophyte. It alternate with എങ്ങനെയാണ്? സ്മോൾ ഇൻകൺസ്പിക്യൂസ് എന്നാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലേ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ പാരൻ്റ് സ്പോറോഫൈറ്റിനുള്ളിൽ തന്നെ കാണപ്പെടുന്ന റെഡ്യൂസ്ഡ് സ്ട്രക്ചറാണ്. സോ ദ ആൻസർ ഏതാ? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഈസ് ആപ്ലിക്കബിൾ ടു ജിംനോസ്പേംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. നോക്കാം. ഇൻ ജിങ്കോ ദ മെഗാസ്പൊറാഞ്ചിയാർ. ജിങ്കോ ഒരു ജിംനോസ്പേമാണ്. ജിംനോസ്പേമിലെയും ആൻജിയോസ്പേമിൻ്റെയും മെഗാസ്പൊറാഞ്ചിയത്തെ അറിയപ്പെടുന്ന പേരാണ് ഒവ്യൂൾ. സോ മെഗാസ്പൊറാഞ്ചിയ ആർ ഒവ്യൂൾ. അത് ജിംനോസ്പേമിലും ശരി തന്നെ, ആൻജിയോസ്പേമിലും ശരി തന്നെ. ബാക്കി നോക്കാം. ഫിമെയിൽ കോൺ. ഫിമെയിൽ കോണിനെ നമ്മൾ മെഗാസ്പൊറാഞ്ചിയേറ്റ് എന്നറിയപ്പെടുന്നു. ഫിമെയിൽ കോൺ ഈസ് അതർവൈസ് കോൾഡ് മെഗാസ്പൊറാഞ്ചിയേറ്റ്. ദെൻ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്ന മെയിൽ കോണിനെയാണ്. എൻഡോസ്പേം 2 രീതിയിൽ പറയാം. ജിംനോസ്പേമിലാണെങ്കിൽ എൻഡോസ്പേമിനെ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. അതേസമയം ആൻജിയോസ്പേമിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എ റിസർവ് ഫുഡ്. ക്ലിയർ? സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഒവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയം ഒവ്യൂളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് കോൾഡ്. ടെറിഡോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോത്താലസ്. നമുക്കറിയാം ദ സ്പോർസ് ഓൺ ജെർമിനേഷൻ ഗീവ് റൈസ് ടു മൾട്ടിസെല്ലുലാർ സ്മോൾ ഇൻകൺസ്പിക്യൂസ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓർ സംടൈംസ് സാപ്രോഫൈറ്റിക് അല്ലെ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള താലോയിഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോത്താലസ്. പ്രോത്താലസ് എന്ന് പറയുന്നത് അല്ലേ എന്താണ്? ഗാമറ്റോഫൈറ്റിക് ജനറേഷനാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ബിയോസ് സെക്സ് ഓർഗൻസ് കോൾഡ് ആന്ത്രഡി ആൻഡ് ആർക്കിഗോണിയ ഓൺ ദ വെൻട്രൽ സർഫസ് ഓഫ് ദ താലസ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ റൈസോയിഡ്സ് ആസ് വെൽ. അപ്പോൾ ആന്ത്രഡി ആർക്കിഗോണി എന്ന സെക്സ് ഓർഗനെ ബിയർ ചെയ്യുന്ന പ്രോത്താലസിലാണ്. അപ്പോൾ അത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ്. ക്ലിയർ? സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ദ മൾട്ടി സെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ് പ്രസൻറ്റ് ഇൻ. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം ബ്രയോഫൈറ്റിലാണ്. ലിവർ വേർഡ്സിൻ്റെ പ്രത്യേകത ലിവർ വേർഡ്സിൽ റൈസോയിഡുകൾ യൂണിസെല്ലുലാർ ആയിരിക്കും. എന്നാൽ മോസ് പ്ലാന്റുകളിലാണ് മോസസിലാണ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതും പറയൂ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതുമായ റൈസോയിഡ് വരുന്നത്. മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് പ്രസൻറ്റ് ഇൻ വിച്ച് ഗ്രൂപ്പ്സ്? മോസസ്. മോസസിന് എക്സാമ്പിൾ ഇവിടെ ഒന്നേ തന്നിട്ടുള്ളൂ, സ്പാഗ്രം അല്ലേ. ബാക്കി റിക്സിയ മാർക്കാൻഷ്യ ലിവർ വേർഡ്സ് ആണ്.
അപ്പോൾ റിക്സിയയിലും മാർക്കാൻഷ്യയിലും റൈസോയിഡ്. എന്താണ് റൈസോയിഡ്? ദ പ്ലാന്റ് ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ റൈസോയിഡ്. റൈസോയിഡ്സ് ആർ യൂണിസെല്ലുലാർ ഇൻ റിക്സി ആൻഡ് മാർക്കാൻഷ്യ, ദാറ്റ് ഈസ് ഇൻ ലിവർ വേർഡ്സ്, ആൻഡ് ഇറ്റ് ഈസ് എങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് ഇൻ ഏതിലാണ്? മോസസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഈസ് എ റോങ് മാച്ച്? സൈക്കസ് മൊട്ടൈൽ സ്പേം, പൈനസ് ഇമ്മൊട്ടൈൽ സ്പേം. നോക്കാം. നമുക്കറിയാം മെജോറിറ്റി ജിംനോസ്പേമിൻ്റെയും ആൻജിയോസ്പേമിൻ്റെയും പ്രത്യേകത മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് നോൺ മൊട്ടൈലാണ്. കാരണം അതിൽ ഫ്ലജല്ലയോ സീലിയോ ഇല്ല. കാരണം അവിടെ പോളൻ ട്യൂബാണ് കാരിയേഴ്സ് ഓഫ് ദ മെയിൽ ഗാമേറ്റ്. പോളൻ ട്യൂബ് നേരെ എന്ത് ചെയ്യുന്നു? ഫിമെയിൽ ഗാമേറ്റിൻ്റെ അടുത്ത് മെയിൽ ഗാമേറ്റിനെ എത്തിക്കും. എന്നാൽ സൈക്കസിൻ്റെയും അതുപോലെ സൈക്കസ്, ജിങ്കോ തുടങ്ങിയ ചില ജിംനോസ്പേമുകളിൽ മൊട്ടൈലായിട്ടുള്ള സ്പേം കാണാം, സീലിയേറ്റഡ് ആണ് മെയിൽ ഗാമേറ്റ്. പൈനസിൽ ഇമ്മൊട്ടൈൽ സ്പേം ഉണ്ട്, കറക്റ്റാണ്. ടെറിസ് മൈക്രോഫിൽസ് എന്നുള്ളത് ഫോൾസാണ്. കാരണം ടെറിസിൻ്റെ ലീഫ്, അതായത് ഫേൺസിൻ്റെ പ്രത്യേകത അവിടെ ലീവ്സ് വളരെ ലാർജാണ്. അത്തരം ലാർജ് ലീവ്സിനെ നമ്മളൊരു പേര് വിളിക്കും മാക്രോഫിൽസ് അല്ലേ. അപ്പോൾ ഫേൺസിന് എക്സാമ്പിൾ അല്ലേ ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, അഡിയാൻഡം തുടങ്ങിയവ. സോ അതുകൊണ്ട് തന്നെ ടെറിസിൽ മൈക്രോഫിൽസ് എന്നുള്ളത് ഫോൾസ് ഓപ്ഷനാണ്. സെലാജിനല്ല ലൈക്കോപ്സിഡ്. നമുക്കറിയാം ടെറിഡോഫൈറ്റുകളിൽ 4 ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സൈലോപ്സിഡ, എക്സാമ്പിൾ സൈലോട്ടം. ലൈക്കോപ്സിഡ, എക്സാമ്പിളാണ് ലൈക്കോപോഡിയം, സെലാജിനല്ല. ദെൻ മൂന്നാമത്തെ ഫീനോപ്സിഡ, അതിന് എക്സാമ്പിളാണ് ഇക്യുസിറ്റം. 4 ടീറോപ്സിഡ, അപ്പോൾ ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, അഡിയാൻഡം തുടങ്ങിയവ എക്സാമ്പിളാണ്. സോ സെലാജിനല്ല ബിലോങ്സ് ടു ലൈക്കോപ്സിഡ്, കറക്റ്റാണ്. സോ ഹിയർ false option is, wrong match is option 3. Next question 21. In which of the following algae flagellated stage is not expected in the life? നമ്മൾ പഠിച്ചു ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ലൈഫ് സൈക്കിളിൽ ഇല്ലാത്തത് റെഡ് ആൽഗയിലാണ്. റെഡ് ആൽഗകളുടെ ലൈഫ് സൈക്കിളിൽ കാണില്ല. സോ ജെലിഡിയം ഇവിടെ എക്സാമ്പിളായി തന്നിട്ടുണ്ട്, ഓപ്ഷൻ 2. വോൾവോക്സ്, ഡിക്റ്റിയോട്ട, ഇക്ടോകാർപ്പസ് ഒക്കെ അല്ലേ. വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്, ഡിക്റ്റിയോട്ട ഇക്ടോകാർപ്പസും ബ്രൗൺ ആൽഗയാണ്. അവിടെ ഫ്ലാജല്ലേറ്റഡ് സ്റ്റേജ് ലൈഫ് സൈക്കിളിലുണ്ട്, പക്ഷേ ഇല്ലാത്തത് റെഡ് ആൽഗയിലാണ്. സോ ദ ആൻസർ ഓപ്ഷൻ 2 ജെലിഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ബിയർ ആർക്കിഗോണിയ? നമുക്കറിയാം ആൽഗയിൽ ആർക്കിഗോണിയ എന്ന സെക്സ് ഓർഗൻ, ഫിമെയിൽ സെക്സ് ഓർഗൻ ഇല്ല. പക്ഷേ ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പേമിലും ഫിമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയാണ് അല്ലേ. അതായത് മൾട്ടി സെല്ലുലാറായിട്ടുള്ള സെക്സ് ഓർഗനുകളാണ് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഉള്ളത്. അത് ആന്ത്രിഡി ആർക്കിഗോണിയുമാണ്. ആർക്കിഗോണിയ ഫിമെയിൽ സെക്സ് ഓർഗനാണ്. അതുപോലെ ജിംനോസ്പേം പഠിച്ചപ്പോൾ അവിടെ മൾട്ടി സെല്ലുലാറായിട്ടുള്ള ഒരു ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതിനുള്ളിൽ കാണും? മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂളിൽ കാണും. ദാറ്റ് ബിയർ 2 or more ആർക്കിഗോണിയ. So Bryophyte, Pteridophyte and Gymnosperm bear Archegonia. So option 4 is the correct answer. First case എടുത്താൽ ആൽഗയിലില്ല, സെക്കൻഡിലും ആൽഗയിലില്ല, തേർഡ് കേസ് വരുമ്പോൾ ആൻജിയോസ്പെർംസിലില്ല. So the right option, option 4. Next question ഏതാണ്? 23ലേക്ക് പോകാം. Coralloid roots in cycas are useful in. നമുക്കറിയാം coralloid roots are negatively geotrophic roots found in cycas that contain nitrogen fixing cyanobacteria such as nostoc. So they are concerned with the nitrogen fixation. Option 1 is the correct answer. എന്നാൽ പൈനസിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചു മൈക്കോറൈസൽ അസോസിയേഷൻ കാണാം. അവിടെ റൂട്ടുമായി അസോസിയേറ്റ് ചെയ്ത ഫംഗസ് ഉണ്ട്. ദേ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ അബ്സോർപ്ഷന് സഹായിക്കുന്ന അത്തരം ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. So mycorrhiza present in Pinus and coralloid roots in Cycas, and coralloid roots are concerned with the absorption എന്താണ് nitrogen fixation. They contain nitrogen fixing cyanobacteria. Question number 24. Which of the following group of plant is called vascular cryptogams? ഏത് ഗ്രൂപ്പിനെയാണ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നറിയപ്പെടുന്നത്? നമുക്കറിയാം നമ്മൾ പഠിച്ച പ്ലാന്റ് ഗ്രൂപ്പുകളിൽ അല്ലേ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രിപ്റ്റോഗ്യാംസ് എന്ന ഗ്രൂപ്പും രണ്ടാമത്തത് ഫാനറോഗ്യാംസ്. പ്ലാന്റുകളെ ക്രിപ്റ്റോഗ്യാംസ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാ ഫാനറോഗ്യാംസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ക്രിപ്റ്റോഗ്യാംസിൻ്റെ പ്രത്യേകത അവ എങ്ങനെയുള്ള പ്ലാന്റുകളാണ്? സീഡ് ലെസ് പ്ലാന്റ്സ് ആണ്. അതേസമയം ഫാനറോഗ്യാംസ് ആണെങ്കിലോ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്.
ഇനി ഏതൊക്കെയാണ് ക്രിപ്റ്റോഗ്യാംസിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരൊക്കെയാണ്. ആൽഗയുണ്ട്, ബ്രയോഫൈറ്റയുണ്ട്, അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ സീഡ്ലെസ് പ്ലാന്റ് ആണ്. സീഡ് ഇല്ലാത്ത പ്ലാന്റുകൾ ഇത്രയുമാണ്. അതേസമയം ഫാനറോഗ്യാംസ് സീഡുള്ള പ്ലാന്റുകളാണ്. ഏതൊക്കെയാ? ജിംനോസ്പെർംസും അതുപോലെ ഏതും ആൻജിയോസ്പെർംസും. ഇനി നോക്കൂ, ഈ കാണുന്ന പ്ലാന്റുകളിൽ തന്നെ ഏതിനൊക്കെയാണ്? ടെറിഡോഫൈറ്റ, ജിംനോസ്പെർംസ്, ആൻജിയോസ്പെർംസ് എന്നിവ വാസ്കുലാർ പ്ലാന്റുകളാണ്. ഇവയ്ക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. വാസ്കുലാർ പ്ലാന്റ്സിനെ നമ്മൾ ട്രക്കിയോഫൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സോ ഇവിടെ ടെറിഡോഫൈറ്റുകൾ വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്, പക്ഷേ സീഡില്ല. സോ എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാം? വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, പക്ഷേ ക്രിപ്റ്റോഗ്യാം സീഡ്ലെസ് പ്ലാന്റ് ആണ്. അത് ടെറിഡോഫൈറ്റ് ആയിരിക്കും. ബ്രയോഫൈറ്റും ആൽഗകളും നോൺ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാമുകളാണ്. ജിംനോസ്പെംസും ആൻജിയോസ്പെംസും ഫാനറോഗ്യാംസ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ വാസ്കുലാർ പ്ലാന്റ്സ്. ക്ലിയർ? സോ ദ ആൻസർ ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 25th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഡു നോട്ട് ഹാവ് എ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ ഏതിനാണ്? ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനുമാണ് മെയിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിക് ജനറേഷൻസിന് ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ ജിംനോസ്പേമിന് എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഏതുണ്ട്? നീറ്റമുണ്ട്. അല്ലെങ്കിൽ ആൻജിയോസ്പേം ഉണ്ടോ എന്ന് നോക്കുക. സ്പാഗ്നം, പ്യുണേറിയ, പോളിട്രൈക്കം എന്നിവ ബ്രയോഫൈറ്റ് ആണ്. അവിടുത്തെ മെയിൻ ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് ഈസ് ഗാമെറ്റോഫൈറ്റ്. സോ ദ ഗാമെറ്റോഫൈറ്റിക് ജനറേഷൻ ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇൻ ഏതാ? നീറ്റം, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ജിംനോസ്പെം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. ഫൈൻഡ് ഔട്ട് ദ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. നമുക്കറിയാം മെജോറിറ്റി ടെറിഡോഫൈറ്റുകളും ഹോമോസ്പോറസ് ആണ്. ഉദാഹരണമായി ലൈക്കോപോഡിയം, ഇക്യൂസിറ്റം, ടെറിസ, ട്രയോപ്ടെറിസ അല്ലേ, അതൊക്കെ. എന്നാൽ സം ആർ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിളാണ് സെലാജിനെല്ല, മാർസീലിയ, അതുപോലെ തന്നെ സാൽവീനിയ. ഇവിടെ നോക്കൂ, സാൽവീനിയ തന്നിട്ടുണ്ട് ഓപ്ഷൻ 2 ഹെറ്ററോസ്പോറസിന് അല്ലേ. പിന്നെ സെലാജിനെല്ല, മാർസീലിയ. ബാക്കി നോക്കൂ, ലൈക്കോപോഡിയം ഹോമോസ്പോറസ് ആണ്, അഡിയാൻഡം, ഇക്യൂസിറ്റം എന്നിവയും ഹോമോസ്പോറസ് ആണ്. സോ ദ ആൻസർ ഓപ്ഷൻ 2. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ക്വസ്റ്റ്യൻ നമ്പർ 27 ഇതാണ്. ചൂസ് ദ ഫീച്ചർ നോട്ട് ആപ്ലിക്കബിൾ ടു പ്രോത്താലസ്. ദേ ഗ്രോ ഇൻ കൂൾ, ഡാംപ് ആൻഡ് ഷെയ്ഡി പ്ലേസസ്. കറക്റ്റ് ഓപ്ഷൻ ആണ്. പ്രോത്താലസ് റിക്വയർസ് വെരി കൂൾ, ഡാംപ്, ഷെയ്ഡി സോയിൽ കണ്ടീഷൻ ഫോർ ദെയർ സർവൈവൽ അല്ലേ. ബിക്കോസ് ഓഫ് ദിസ് സ്പെസിഫിക് റിക്വയർമെൻറ്റ് ആൻഡ് നീഡ് ഓഫ് വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദേ ആർ ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻ. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്. നെക്സ്റ്റ്, ബിയർ ആന്ത്രിഡി ആൻഡ് ആർക്കിഗോണി അറ്റ് മെച്യൂരിറ്റി അല്ലേ. മെച്യൂർ ആകുമ്പോൾ അതിൽ ആന്ത്രിഡിയും ആർക്കിഗോണിയും കാണും. സോ ഓപ്ഷൻ 2 കറക്റ്റാണ്. ദെൻ ഡിപ്ലോയിഡ്, അപ്പോൾ ഗാമെറ്റോഫൈറ്റ് അല്ലേ പ്രോത്താലസ്. പ്രോത്താലസ് എന്ന് പറയുന്നത് ഗാമെറ്റോഫൈറ്റിക് ജനറേഷനാണ്. ഗാമെറ്റോഫൈറ്റിക് ജനറേഷന് ഒരിക്കലും എന്താവശ്യമില്ല അല്ലേ, അല്ല, അതൊരിക്കലും ഡിപ്ലോയിഡ് സ്റ്റേജ് അല്ല. സോ ഡിപ്ലോയിഡ് ആണെന്നുള്ള ഓപ്ഷൻ ഫോൾസ് ആണ്. ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക്കും കറക്റ്റാണ്. സോ ദി അല്ലേ ആ ഫീച്ചർ ദാറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു പ്രോത്താലസ് ഈസ് ദാറ്റ് ഈസ് ഡിപ്ലോയിഡ്. ക്ലിയർ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 28. ഇൻ മോസസ് സ്പോർസ് ഓൺ ജെർമിനേഷൻ ഗീവ് റൈസ് ടു. നമ്മൾ പഠിച്ചു മോസ് പ്ലാന്റുകളുടെ സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ ഉണ്ടാകുന്നതൊരു മൾട്ടി സെല്ലുലാർ ക്രീപ്പിംഗ് ഫിലമെൻറ്റസ് ബ്രാഞ്ച്ഡ് ഓട്ടോട്രോഫിക് സ്ട്രക്ചർ. ആ മൾട്ടി സെല്ലുലാർ ക്രീപ്പിംഗ് ഫിലമെൻറ്റസ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോനീമ. സോ ഓപ്ഷൻ ഏതാണ്? 1 ഈസ് ദ റൈറ്റ് ആൻസർ. Next question 29. Classification based on chromosome number, structure and behavior is. The classification that is based on chromosome number, structure and behavior is called a cytotaxonomy. അല്ലേ?
അതേസമയം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി ഹിസ്റ്ററി ഈസ് കോൾഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Natural system consider natural affinities among the organism and also consider the in addition to external characters, internal characters like ഏതൊക്കെയാണ് ultrastructure, anatomy, embryology, phytochemistry, etc. Then chemotaxonomy is based on chemical constituents of plant. അപ്പോൾ ഇവിടെ ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ടാക്സോണമിയാണ് സൈറ്റോടാക്സോണമി. സോ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെറിഡോഫൈറ്റ് ഇക്യുസിറ്റം ബിലോങ്സ് ടു ദ ക്ലാസ്. ഇക്യുസിറ്റം ഏത് ക്ലാസ്സിലാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സൈലോപ്സിഡയിലാണ് വരുന്ന മെമ്പറാണ് സൈലോട്ടം. ഇക്യുസിറ്റം, സെലാജിനല്ല എന്നിവ സെലാജിനല്ല, ലൈക്കോപോഡിയം എന്നിവ ഏതിൽ വരുന്നു? ലൈക്കോപ്സിഡാണ്. ദെൻ ഇക്യുസിറ്റം ബിലോങ്സ് ടു ദ ക്ലാസ് ഫീനോപ്സിഡ. ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, അഡിയാൻഡം എന്നിവ ടീറോപ്സിഡയിൽ. സോ ദ ആൻസർ ഓപ്ഷൻ 3 ഫീനോപ്സിഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. ഇൻ ബ്രൗൺ ആൽഗെ ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ്. ബ്രൗൺ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്? ദേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സച്ച് ആസ് ലാമിനാറിൻ ഓർ മാനിറ്റോൾ. അല്ലേ, മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ ആർ ദ റിസർവ് ഫുഡ് ഇൻ ഏതിലാണ്? റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് എൻ്റെ ഫോമിലും അതുപോലെ സ്റ്റാർച്ചും ഓയിൽ ഡ്രോപ്ലെറ്റ്സും വരുന്ന ഗ്രീൻ ആൽഗയിലും ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് വരുന്നത് റെഡ് ആൽഗയിലുമാണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതിൻ്റെയാണ്? ബ്രൗൺ ആൽഗയുടെ ആൻസർ മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ എന്നീ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. വിച്ച് ഇവൻ്റ് ഈസ് പ്രീകർസർ ടു സീഡ് ഡെവലപ്മെൻറ്റ്? നമ്മൾ പഠിച്ചു ചില ടെറിഡോഫൈറ്റുകൾ ഹെറ്ററോസ്പോറസ് ആണ്. ആ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളിൽ ദ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് വിത്തിൻ ദ പാരൻ്റ് സ്പോറോഫൈറ്റ് ഫോർ വേരിയബിൾ പീരിയഡ്. അതായത് ജിംനോസ്പേമുകളിലും ആൻജിയോസ്പേമിലും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിൽ വെച്ച്, ഫെർട്ടിലൈസേഷൻ നടന്ന് എംബ്രിയോ ഉണ്ടാകുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിൽ വെച്ച്, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ സീഡായി മാറും. അപ്പോൾ സീഡ് എന്ന ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രീകർസറായി നമുക്ക് ഏതിൽ? ടെറിഡോഫൈറ്റുകളിൽ തന്നെ ഹെറ്ററോസ്പോറി ഉള്ള ടെറിഡോഫൈറ്റുകളിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് വിത്തിൻ ദ പാരൻ്റ് സ്പോറോഫൈറ്റ് ഫോർ വേരിയബിൾ പീരിയഡ്. ദിസ് ഇവൻ്റ് ഈസ് കൺസിഡർഡ് ആസ് ഹിയർ the development of zygote into embryo takes place within the female gametophyte when it is retained within the parent sporophyte. So this event is considered as a precursor to seed habit. So female gametophyte retained on the parent sporophyte for variable period is the feature of a heterosporous pteridophyte and it is a precursor to the development of a seed. So option 3 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. മെയിൽ ഗാമെറ്റോഫൈറ്റ് ഓഫ് എ ജിംനോസ്പെം ഈസ്. ജിംനോസ്പെമിൻ്റെ മെയിൽ ഗാമെറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളൻ ഗ്രെയിൻ. അത് ജിംനോസ്പെമിലും അത് തന്നെയാണ് ആൻജിയോസ്പെമിലും. അതേസമയം ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണെങ്കിൽ ജിംനോസ്പെമിൻ്റെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിനെ എൻഡോസ്പെം എന്നറിയപ്പെടും. ആൻജിയോസ്പെമിൻ്റെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എംബ്രിയോസാക്കുമാണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 34. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പീറ്റ് ഫോർമേഷൻ? നമുക്കറിയാം സ്പാഗ്നം ഈസ് കോമൺലി കോൾഡ് പീറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് എ കൊമേഴ്സ്യലി വാല്യുബിൾ പ്രോഡക്റ്റ് കോൾഡ് പീറ്റ്. ഇറ്റ് ഈസ് ലോങ് ബീൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ദ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് എ ലിവിങ് മെറ്റീരിയൽ. സോ പീറ്റ് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഏതാണ്? സ്പാഗ്നം എന്ന് പറയുന്ന മോസ് പ്ലാന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എ സെക്ഷനിലെ ഫസ്റ്റ് സെക്ഷനിലെ 35ാമത്തെ ക്വസ്റ്റ്യനാണ്. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗ സ്റ്റോർഡ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്? നമുക്കറിയാം സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഗ്രീൻ ആൽഗയിലാണ്. കൂടാതെ ചിലതിൽ ഓയിൽ ഡ്രോപ്ലെറ്റുകളുണ്ട്. അപ്പോൾ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന ഗ്രീൻ ആൽഗയാണ്. തന്നിരിക്കുന്ന മെമ്പേഴ്സിൽ ഗ്രീൻ ആൽഗ വരുന്നത് ഓപ്ഷൻ 2 ആയ യൂലോത്രിക്സ് ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 യൂലോത്രിക്സ്. ആസ് എ ഫ്യൂക്കസ് ഒരു ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ അവിടെ മാനിറ്റോൾ, ലാമിനാറിൻ എന്നിവയാണ് റിസർവ് ഫുഡ്. ദെൻ ഗ്രാസിലാറിയ, പോർഫൈറ എന്നിവ റെഡ് ആൽഗയാണ്. സോ അവിടുത്തെ റിസർവ് ഫുഡ് ഏതായിരിക്കും? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, സോ ദ ആൻസർ ഓപ്ഷൻ 2. നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം.
ഇതിൽ 36 മുതൽ 50 വരെ ക്വസ്റ്റ്യൻസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള 10 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് ഉള്ളതാണ് 10 എണ്ണം, 15 ക്വസ്റ്റ്യൻസിൽ 10 എണ്ണം ആൻസർ ചെയ്താൽ മതിയാവും. നമുക്ക് സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലേക്ക് പോകാം. അതായത് 36th ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഷോ കറക്റ്റ് പ്ലോയിഡി ഓഫ് ദ ഫോളോയിങ്. പോളൻ ഗ്രെയിൻ അല്ലേ, മൈക്രോസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നതാണ് പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ് വഴി ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്ലോയിഡി ഹാപ്ലോയിഡ് ആയിരിക്കും. പോളൻ ഗ്രെയിൻ ഗ്യാമെറ്റോഫൈറ്റ് ആണ്, മെയിൽ ഗ്യാമെറ്റോഫൈറ്റ്. അപ്പോൾ മെയിൽ ഗ്യാമെറ്റോഫൈറ്റിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ലീഫ് സെൽസ് ഓഫ് ഫേൺസ് എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് അല്ലേ. അപ്പോൾ ടെറിഡോഫൈറ്റുകളിലെല്ലാം മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ് അല്ലേ. അപ്പോൾ ലീഫിൻ്റെ സെല്ലിൽ 2n ആയിരിക്കും. ദെൻ റൈസോയിഡ്സ് ഓഫ് ബ്രയോഫൈറ്റിലെ മെയിൻ പ്ലാൻ ബോഡി ഗ്യാമെറ്റോഫൈറ്റ് ആണ്. ദ ഡോമിനൻ്റ് ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് ഈസ് എ ഹാപ്ലോയിഡ് ഗ്യാമെറ്റോഫൈറ്റ്. ആ ഗ്യാമെറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയുടെ പാർട്ടല്ലേ റൈസോയിഡ് അതുകൊണ്ട് തന്നെ എന്തുമായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും, n ആയിരിക്കും. സൈഗോട്ട് ഓഫ് ജിംനോസ്പേമിലായാലും ശരി ആൻജിയോസ്പേമിലായാലും ശരി സൈഗോട്ട് എങ്ങനെയുള്ളതാണ്? ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ആണ്. സോ ഡിപ്ലോയിഡ് ആണ്. സോ ദ ആൻസർ ഈസ് എ എന്താണ്? n അല്ലേ, B 2n, C വീണ്ടും n ആൻഡ് D 2n. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. Given below are two statements. One is labeled as assertion and other is labeled as reason. Assertion: in pteridophytes, the sporophytic phase is longer lived. Main plant body sporophyte ആണ്, so sporophyte is longer lived. And while gametophytic phase is shorter lived. Gametophyte എന്ന് പറയുന്ന പ്രോതാലസ് ആണ് അല്ലേ, സ്മോൾ ഇൻകൺസ്പിക്വസ് എങ്ങനെയുള്ള താലോയിഡ് സ്ട്രക്ചർ ആണ്, ഷോർട്ട് lived ആണ് പ്രോതാലസ്. ഫസ്റ്റ് ഓപ്ഷൻ എ അസർഷൻ കറക്റ്റ്. ദെൻ റീസണിൽ തന്നിരിക്കുന്ന നോക്കൂ, ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗ്യാമെറ്റോഫൈറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ ടെറിഡോഫൈറ്റ് അല്ലേ. അതായത് ഈവൻ ദോ ദ മെയിൻ പ്ലാൻ ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്, ഇറ്റ് ഓൾട്ടർനേറ്റ് വിത്ത് എ സ്മോൾ ഇൻകൺസ്പിക്വസ് ഫ്രീ ലിവിങ് ഗ്യാമെറ്റോഫൈറ്റിക് സ്റ്റേജ് കോൾഡ് പ്രോതാലസ്. അത് താലോയിഡാണ്. അപ്പോൾ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അസർഷനും റീസണും ട്രൂ ആണ്. പക്ഷേ അസർഷൻ ടെറിഡോഫൈറ്റ്സിൽ സ്പോറോഫൈറ്റിക് ഫേസ് ലോങ്ങറും ഗ്യാമെറ്റോഫൈറ്റിക് ഫേസ് ഷോർട്ടറും എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ റീസൺ? അല്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ബട്ട് റീസൺ ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ. അതായത് ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗ്യാമെറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതല്ല, സ്പോറോഫൈറ്റിക് ഫേസ് ലോങ്ങർ ആയിരിക്കും, ഗ്യാമെറ്റോഫൈറ്റിക് ഫേസ് ഷോർട്ടർ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് reason is not the correct explanation of the assertion. So the answer is option 2. Clear? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 38. The spread of bryophytes and pteridophytes is restricted to moist, damp and shady places. ടെറിഡോഫൈറ്റ്സിൻ്റെയും ബ്രയോഫൈറ്റിൻ്റെയും സ്പ്രെഡിങ് മോയിസ്റ്റ് ആയിട്ടുള്ളതും ഡാമ്പ് ആയിട്ടുള്ളതുമായ പ്ലേസസിലാണ്. കാരണം നമുക്കറിയാം എന്താണ്, they require water for fertilization and the gametophyte requires cool, damp, shady places. അതായത് നമുക്കറിയാം ബ്രയോഫൈറ്റിൻ്റെയും ടെറിഡോഫൈറ്റിൻ്റെയും ഗ്യാമെറ്റോഫൈറ്റുകൾക്ക് വളരാൻ കൂൾ, ഡാമ്പ്, ഷെയ്ഡി സോയിൽ കണ്ടീഷൻ ആവശ്യമാണ്. രണ്ടാമതായി അവയുടെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ കൂടിയേ തീരൂ. കാരണം ആന്ത്രോസോയിഡിന് ആർക്കിഗോണിയയ്ക്കുള്ളിലേക്ക് എത്തിച്ചേരാൻ വേണ്ട മീഡിയമാണ്, ആന്ത്രോസോയിഡിന് മൂവ് ചെയ്യാൻ വാട്ടറാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് എന്താണ് സ്പ്രെഡ് ഓഫ് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു മോയിസ്റ്റ്, ഡാമ്പ് ആൻഡ് ഷെയ്ഡി പ്ലേസസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ദേ ലാക്ക് മോട്ടൈൽ ഗാമേറ്റ്സ് ഫാൾസ് ആണ്, ദേ ആർ വീക്ക് പ്ലാന്റ്സ്, ദേ ആർ ലാക്ക് വാസ്കുലാർ ബണ്ടിൽ എന്നല്ല. സോ ദ ആൻസർ ഓപ്ഷൻ 1 കറക്റ്റ് എക്സ്പ്ലനേഷൻ. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 39. The second stage of gametophyte in mosses is leafy stage. മോസസിൻ്റെ ഗ്യാമെറ്റോഫൈറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ലീഫി സ്റ്റേജാണ്. അതെവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേജ് സ്പോറിൻ്റെ ജെർമിനേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ക്രീപ്പിംഗ് ഫിലമെൻ്റസ് സ്ട്രക്ചറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ചഡ് ഫിലമെൻ്റസ് ഓട്ടോട്രോഫിക് ക്രീപ്പിംഗ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ ജെർമിനേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് സ്പോർ. ദാറ്റ് ഈസ് കോൾഡ്
എന്ത് വിളിക്കും? പ്രോട്ടോനീമ. ആ പ്രോട്ടോനീമയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന, അതായത് സെക്കൻഡറി പ്രോട്ടോനീമയിലുള്ള ബഡുകൾ ഡെവലപ്പ് ചെയ്താണ് എന്തുണ്ടാകുക? ലീഫി സ്റ്റേജ് ഉണ്ടാകുക. സോ ലീഫി സ്റ്റേജ് ഡെവലപ്സ് ഫ്രം എന്താണ്? സെക്കൻഡറി പ്രോട്ടോനീമ ആസ് ലാറ്ററൽ ബഡ്. കറക്റ്റാണ്. ദെൻ ലീഫി സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് ആൻ അപ്രൈറ്റ് സിലിണ്ടർ ആക്സിസ് ബിയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. അപ്പോൾ നമുക്കറിയാം മോസസിൻ്റെ എന്താണ് ലീഫി സ്റ്റേജ് നോക്കിയാൽ ആൻ അപ്രൈറ്റ് സിലിണ്ടർ ആക്സിസ്, അതിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, റൈസോയിഡ്. Then that tip of that cylinder axis bear spirally arranged leaf like structures. ഇതാണ് സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് 1 and 2 അല്ലേ? ഇറ്റ് ഈസ് ബ്രൗൺ ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് എന്നുള്ള ഓപ്ഷൻ ഫാൾസ് ആണ്. സോ ഫസ്റ്റ് ലീഫി സ്റ്റേജ് ഡെവലപ്സ് ഫ്രം സെക്കൻഡറി പ്രോട്ടോനീമ ആസ് എ lateral bud. correct. It consists of an upright cylinder axis bearing spirally arranged leaves. Both are correct. So the answer is option 3. Clear alle? Next question like നമുക്ക് പോവാം. Question number 40. Strobili or cones are present in. Cones ഉള്ള ടെറിഡോഫൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ്? ഇക്യൂസിറ്റം, അതുപോലെ തന്നെ സെലാജിനല്ല, ലൈക്കോപോഡിയം തുടങ്ങിയവ. ടെറിസിൽ കോണില്ല, മാർക്കാൻഷ്യ, സാൽവീനിയ എന്നിവയിലും കോണില്ല. അപ്പോൾ കോൺസ് ഉള്ള ടെറിഡോഫൈറ്റിന് എക്സാമ്പിളാണ് ഇക്യൂസിറ്റം. സോ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദി ഓപ്ഷൻ കണ്ടെയ്നിങ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓൾ ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്. എല്ലാ ജിംനോസ്പേമുകളും ഹെറ്ററോസ്പോറസ് ആണ്. ശരിയാണ്. ജിംനോസ്പേമുകളും അതുപോലെ തന്നെ ആൻജിയോസ്പേമുകളുടെയും പ്രത്യേകത അവ ഹെറ്ററോസ്പോറസ് ആണ്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പോർഫൈറ, വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ് ഈസ് ഊഗാമസ് ആർ ഊഗാമ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഊഗാമസ് ഇൻ പോർഫൈറ, വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ശരിയല്ലേ? അതായത് എല്ലാ റെഡ് ആൽഗകളിലും ഊഗാമിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ ഊഗാമിക്ക് എക്സാമ്പിളാണ് ഏതൊക്കെയാണ്? വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ബോത്ത് പൈനസ് ആൻഡ് മാർക്കാൻഷ്യ ആർ ഡൈഷ്യസ്. നമുക്കറിയാം പൈനസ് മൊണീഷ്യസ് ആണ്, പക്ഷേ മാർക്കാൻഷ്യ ഡൈഷ്യസ് ആണ്. കാരണം മാർക്കാൻഷ്യയിൽ ആന്തറിഡിയോഫോറും ആർക്കിഗോണിയോഫോറും ഡിഫറൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നത്. എന്നാൽ പൈനസിലാണെങ്കിലോ മെയിൽ കോണും ഫിമെയിൽ കോണും സെയിം പ്ലാന്റിലാണ് കാണുന്നത്. സോ അത് മൊണീഷ്യസ് ആണ്. സോ ഓപ്ഷൻ 3 ഫോൾസ് ആണ്. സൈക്കസ് ഹാവ് എ പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ് അല്ലേ? ദ ലീവ്സ് ഇൻ സൈക്കസ് ഈസ് പിന്നേറ്റലി കോമ്പൗണ്ട് ആൻഡ് പെർസിസ്റ്റൻറ്റ് വിച്ച് പെർസിസ്റ്റ് ഇൻ ദ പ്ലാന്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. സോ ഓപ്ഷൻ 4 ഈസ് ഓൾസോ കറക്റ്റ്. സോ 1, 2 and 4 കറക്റ്റ്. The right option is option 2. Next question. Which among the following pteridophytes show the event in which the precursor of seed habit? നമുക്കറിയാം ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളാണ് സീഡ് ഹാബിറ്റിൻ്റെ പ്രീകർസർ എക്സിബിറ്റ് ചെയ്യുന്ന മംബോസ്. ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 തരം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മൈക്രോസ്പോറും മെഗാസ്പോറും. അവിടെ മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഫിമെയിൽ ഗാമിറ്റോഫൈറ്റ് പാരൻ്റ് സ്പോറോഫൈറ്റിനുള്ളിൽ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. അതാണ് ഹെറ്ററോസ്പോറിയുടെ പ്രത്യേകത. അല്ലെങ്കിൽ ആ സീഡ് ഹാബിറ്റിൻ്റെ പ്രീകർസറായി പാരൻ്റ് സ്പോറോഫൈറ്റിക് പ്ലാന്റിനുള്ളിൽ ഫിമെയിൽ ഗാമിറ്റോഫൈറ്റ് റീറ്റെയിൻ ചെയ്യപ്പെടുന്നു ഫോർ വേരിയബിൾ പീരിയഡ്. അങ്ങനെയുള്ള ടെറിഡോഫൈറ്റുകളാണ് സെലാജിനല്ല, അതുപോലെ തന്നെ സാൽവീനിയ, അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് മാർസീലിയ തുടങ്ങിയവ. ക്ലിയർ? അപ്പോൾ പ്രീകർസർ കാണിക്കുന്നത് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളായ സെലാജിനല്ല, സാൽവീനിയ, മാർസീലിയ. ഇവിടെ ഓപ്ഷൻ 1 സെലാജിനല്ലയുണ്ട്, കറക്റ്റാണ്. ഇക്യൂസിറ്റം, അഡിയാൻഡം എന്നിവ എന്താണ്? ഇക്യൂസിറ്റം അല്ലേ ഹെറ്ററോസ്പോറസ് അല്ല, ഹോമോസ്പോറസ് ആണ്. അഡിയാൻഡോ ഹോമോസ്പോറസ് ആണ്. ഫിണാറിയ മോസ് പ്ലാന്റ് ആണ്, അതിൽ 1 ടൈപ്പ് ഓഫ് സ്പോറേ ഉണ്ടാകുന്നുള്ളൂ. സോ ദ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. വാട്ട് ഈസ് കോമൺ ടു ഓൾ 3? അതായത് ഫിണാറിയ, ഡ്രയോപ്റ്ററിസ് ആൻഡ് ജിങ്കോ. ഫിണാറിയ ബ്രയോഫൈറ്റ് ആണ്, ഡ്രയോപ്റ്ററിസ് ഒരു ടെറിഡോഫൈറ്റ് ആണ്, ജിങ്കോ ഏതാണ്? ജിംനോസ്പേമാണ്. ഇതിൽ 3ലും കോമൺ ആയിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ്. തെറ്റാണ്. കാരണം ഫിണാറിയയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് അല്ലേ? അടുത്ത പ്രസൻസ് ഓഫ് ആർക്കിഗോണിയ. 3ലും കോമൺ അല്ലേ? 3 പ്ലാന്റ് ഗ്രൂപ്പിലും ഫിമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയാണ്. സോ കോമൺ ആണ്. ഇൻഡിപെൻഡൻറ്റ് ഗാമറ്റോഫൈറ്റ് എന്നുള്ളതും ഫോൾസ് ആണ്. ഏതില്ല? ഫിണാറിയയിൽ, അതുപോലെ ഡ്രയോപ്റ്ററിസിലും ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ജിങ്കോയിൽ ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല.
വെൽ ഡെവലപ്ഡ് വാസ്കുലാർ ടിഷ്യൂ, അതിൽ ഫ്യൂണറിയയിൽ വാസ്കുലാർ ടിഷ്യൂ ഇല്ല, അപ്പോൾ അതും ഫോൾസ് ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ അല്ലേ റിഗാർഡിംഗ് ദീസ് 3 പ്ലാന്റ്സ് ആർ ഏതാണ് പ്രസൻസ് ഓഫ് ആർക്കിഗോണിയ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 44. അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ്. എവിടെ നിന്നാണ് അഗർ കിട്ടുന്നത് അല്ലേ? നമുക്കറിയാം അഗർ ഈസ് എ കമേഴ്സ്യലി വാല്യുബിൾ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം 2 red algae, namely Gracilaria and Gelidium, which belongs to Rhodophyceae. And agar is a solidifying agent, gelling agent, അല്ലെങ്കിൽ thickening agent that used for the preparation of a nutrient medium for plant tissue culture and for growing microbes in the laboratory, and it is also used for the preparation of ice creams, jellies, etc. So agar is obtained from members of Rhodophyceae. What are that members? Gracilaria and Gelidium. So option 2 is the correct answer. Question number 45 ലേക്ക് പോവാം. Consider the following A to D and choose the option that contain correct statements, false statements only. A to D select ചെയ്യുക. false statement ഏതൊക്കെയാണെന്ന് നോക്കാം. Pteridophytes are haplodiplontic with both generations are independent. അല്ലേ, ഹാപ്ലോഡ് ജനറേഷനും അതുപോലെ തന്നെ ഡിപ്ലോഡ് ജനറേഷനും ടെറിഡോഫൈറ്റ്സിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ 2 ജനറേഷൻസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടെറിഡോഫൈറ്റിൽ കാണാം. കാരണം മോസ്റ്റ് ടെറിഡോഫൈറ്റുകളും ഹോമോസ്പോറസ് ആണ്. അതിൽ ഇൻഡിപെൻഡൻ്റ് ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്. പക്ഷേ പ്രഡോമിനൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണെന്നേ ഉള്ളൂ. ദെൻ പ്ലാന്റ് എക്സിബിറ്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അല്ലേ, എല്ലാ പ്ലാന്റുകളുടെയും പ്രത്യേകതയാണ് ദേ ഹാവ് എ ക്ലിയർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ബിറ്റ്വീൻ സ്പോറോഫൈറ്റിക് ഫേസ് ആൻഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. അടുത്ത ഇൻ ഓൾ ടെറിഡോഫൈറ്റ്സ് the diplontic generation is totally or partially dependent on gametophyte. എല്ലാ ടെറിഡോഫൈറ്റുകളിലും ഡിപ്ലോണ്ടിക് ജനറേഷൻ, അതായത് സ്പോറോഫൈറ്റ്, ദാറ്റ് പാർഷ്യലി ഓർ അല്ലേ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗാമറ്റോ. തെറ്റല്ലേ? അതായത് ടെറിഡോഫൈറ്റുകളിലാണോ? ടെറിഡോഫൈറ്റുകളിലല്ല അത് വരുന്നത്. ബ്രയോഫൈറ്റുകളിലാണ് ഡിപ്ലോയിഡ് ജനറേഷനായ സ്പോറോഫൈറ്റ് ദാറ്റ് പാർഷ്യലി ഓർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഏതാ ഗാമറ്റോഫൈറ്റ് വരുന്നത്. സോ ഫോൾസ് ആണ്. ഇൻ ടെറിഡോഫൈറ്റ് ദ മെയിൻ പ്ലാൻ ബോഡി ഈസ് ഹാപ്ലോയിഡ്. ഫോൾസ് ആണ്. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ആരാണ്? സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. സോ സിയും ഡിയുമാണ് ഇവിടെ എന്തായിട്ടുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ ദ ആൻസർ ഈസ് 2, ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 46. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ബൈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ അഫിനിറ്റീസ് among the organism, exist among the organism, and also consider not only external features but also internal characters like anatomy, ultrastructure, phytochemistry, അല്ലേ, അതുപോലെ തന്നെ എംബ്രിയോളജി, ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ മോർഫോളജി അനാറ്റമിയും കൺസിഡർ ചെയ്യും, ഫിസിയോളജി ആൻഡ് അൾട്രാസ്ട്രക്ചർ കൺസിഡർ ചെയ്യും, സൈറ്റോളജി ആൻഡ് എംബ്രിയോളജി കൺസിഡർ ചെയ്യും. പക്ഷേ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന നാച്ചുറൽ സിസ്റ്റം അല്ലല്ലോ. അതേതാണ്? ഫൈലോജനറ്റിക് സിസ്റ്റമാണ്. ഫൈലോജനറ്റിക് സിസ്റ്റമാണ് ഇവല്യൂഷണറി ട്രെൻഡ്സിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അല്ലേ, ദ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് നാച്ചുറൽ സിസ്റ്റം നോട്ട് കൺസിഡർ വിച്ച് ഫീച്ചർ ഏതാണ്? ഇവല്യൂഷണറി ട്രെൻഡ്സ്. ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47ലേക്ക് വരുന്നു. ദ റിസർവ് ഫുഡ് ഇൻ റെഡ് ആൽഗെ ഈസ് ഡാഷ്. നമുക്കറിയാം റെഡ് ആൽഗയിലെ റിസർവ് ഫുഡിൻ്റെ പേരാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ആൻഡ് ദിസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് എന്തിനോടാ? സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. അല്ലേ, സ്റ്റാർച്ചിൽ കാണപ്പെടുന്ന ബ്രാഞ്ചഡ് ചെയിനുകളാണ് അമൈലോപെക്റ്റിനുകൾ. അതുപോലെ ഗ്ലൈക്കോജനും ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡാണ്. അത് റിസർവ് ഫുഡ് ഇൻ അനിമൽസ്, അതുപോലെ ഫഞ്ചയിലും ഉണ്ട്. അപ്പോൾ ആ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന അമൈലോപെക്റ്റിനോടും ഗ്ലൈക്കോജനോടും സ്ട്രക്ചർ ഉള്ളതാണ്. അപ്പോൾ ദ കാർബോഹൈഡ്രേറ്റ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ് സ്റ്റോർഡ് ഫുഡ് ഇൻ റെഡ് ആൽഗെ ആൻഡ് വിച്ച് ഈസ് സിമിലർ ടു ഏതിനോടൊക്കെയാണ്? അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. സോ ദ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 48. Which one is wrongly matched? Wrong match നോക്കൂ. ബൈഫ്ലാജല്ലേറ്റഡ് സൂസ്പോർസ് ബ്രൗൺ ആൽഗെ. അല്ലേ, ബ്രൗൺ ആൽഗയിൽ സൂസ്പോറുകൾ ബൈഫ്ലാജല്ലേറ്റഡ് ആണ്. സൂസ്പോർ പിയർ ഷേപ്പിലാണെന്നറിയാം. അതിന് 2 ലാറ്ററലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള അൺഈക്വൽ ഫ്ലാജല്ലേ ഉണ്ടായിരിക്കും. ജെമ്മ കപ്സ് മാർക്കാൻഷ്യ. അല്ലേ, മാർക്കാൻഷ്യയുടെ താലസിൻ്റെ ഡോട്ട്സൽ സൈഡിലായി
കാണപ്പെടുന്ന ചില റിസെപ്റ്റക്കിൾസ് ആണ്, കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ജമ്മ കപ്പ്. അതിൽ കാണപ്പെടുന്ന മൾട്ടി സെല്ലുലാർ ഗ്രീൻ അസെക്ഷൽ ബഡുകളാണ് ജമ്മേ. ജമ്മേ ഡിറ്റാച്ച്ഡ് ഫ്രം ദ താലസ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു ന്യൂ പ്ലാന്റ്. അപ്പോൾ അതൊരു മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെന്നും പഠിച്ചു. ദെൻ യൂണിഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് പോർഫൈറ. നമുക്കറിയാം യൂണിഫ്ലജല്ലേറ്റഡ് അല്ല, ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് എവിടെയില്ല, ലൈഫ് സൈക്കിൾ ഓഫ് റെഡ് ആൽഗെ. പോർഫൈറ ഒരു റെഡ് ആൽഗയാണ്. ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻറ്റ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ റെഡ് ആൽഗെ. സോ യൂണിഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് പോർഫൈറ എന്നുള്ളത് ഫാൾസ് ഓപ്ഷനാണ്. ദെൻ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് ക്ലോറല്ല, അത് കറക്റ്റാണ്. സോ ഹിയർ ദ റോങ്ലി മാച്ച്ഡ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. Choose the option that contain correct statements only. Ovules in cycas not enclosed by ovary wall. ശരിയാണല്ലോ. കാരണം ജിംനോസ്പെർമുകൾ എന്ന് പറയുന്നത് നേക്കഡ് സീഡഡ് പ്ലാന്റുകളാണ്. ദി ഓവ്യൂൾസ് റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ദേ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ദി ഓവറി വാൾ, അല്ലേ? ഓവ്യൂൾ എക്സ്പോസ്ഡ് അല്ല. ദെൻ in diplontic life cycle, free living gametophyte represent the dominant life cycle. Diplontic life cycle പ്രത്യേകതയാണ് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് ഫ്രീ ലിവിങ് ഇൻഡിപെൻഡൻറ്റ് ഫേസ്. അപ്പോൾ ഇവിടെ ഗാമറ്റോഫൈറ്റ് ഒരിക്കലും ഡിപ്ലോയിഡ് സ്റ്റേജ് അല്ലല്ലോ. സോ ഓപ്ഷൻ 2 സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ദെൻ ആർക്കിഗോണിയം ഡെവലപ്സ് ഇൻ ജിംനോസ്പെർം. ജിംനോസ്പെർമിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മൾട്ടി സെല്ലുലാർ ആണ് ആൻഡ് ദേ ബിയർ 2 or more ആർക്കിഗോണിയ. ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഒവ്യൂളിനുള്ളിലാണ് കാണപ്പെടുന്നത്, അതിൽ 2 or more ആർക്കിഗോണിയ കാണും. സോ എന്താണ് ഓപ്ഷൻ 1 and 3 കറക്റ്റാണ്, 2 ഈസ് റോങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്ലിയർ? സോ ഈ എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ദ റെഡ് വുഡ് ട്രീ സെക്വയ ഈസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ട്രീ സ്പീഷീസ്, അല്ലേ? അതായത് ജിംനോസ്പെർംസ് ഇൻക്ലൂഡ് shrubs, medium sized trees and tall trees. There is no herbs. Tall trees വരുമ്പോൾ one of the tallest tree species ഏതാണ്? redwood tree sequoia, which belong to gymnosperm. The redwood tree sequoia is one of the tallest tree species. Correct option ആണ്. Stems are usually unbranched in cycas and cedrus. തെറ്റല്ലേ? സൈക്കസിൽ അൺബ്രാഞ്ച്ഡ് ആണ്, ഓക്കെ. പക്ഷേ സെഡ്രസിലും പൈനസിലും ഒക്കെ സ്റ്റെം ബ്രാഞ്ച്ഡ് ആണ്. സോ സ്റ്റെം ഈസ് യൂഷ്വലി എങ്ങനെയാണ്? അൺബ്രാഞ്ച്ഡ് ഇൻ സൈക്കസ്, ഓക്കെ, ബ്രാഞ്ച്ഡ് ഇൻ സെഡ്രസ്. അടുത്ത് പൈനസ് ഹാവ് നീഡിൽ ലൈക്ക് ലീവ്സ്. പൈനസിൻ്റെ ലീഫ് എന്ന് പറയുന്നത് നീഡിൽ ലൈക്ക് ലീഫാണ്. ദാറ്റ് നീഡിൽ ലൈക്ക് ലീഫ് ഇൻ കോണിഫേഴ്സ് ഹെൽപ്പ് ദം ടു എന്താണ്? റെഡ്യൂസ് വാട്ടർ ലോസ്. അതായത് നീഡിൽ ലൈക്ക് ലീഫ് ഹാവിങ് റെഡ്യൂസ്ഡ് സർഫസ് ഏരിയ, തിക്ക് ക്യൂട്ടിക്കിൾ ആൻഡ് സങ്കൺ സ്റ്റൊമാറ്റ ഹെൽപ്സ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ ഒറിജിൻ ഓഫ് സീഡ് ഹാബിറ്റ് ഈസ് ട്രേസ്ഡ് ഇൻ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. കറക്റ്റ് അല്ലേ? സീഡ് ഹാബിറ്റ് നമ്മൾ ട്രേസ് ചെയ്യുന്ന ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റിലാണ്. സോ ഇതിൽ സെക്കൻഡ് ഓപ്ഷനാണ് റോങ് ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ നമ്മുടെ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൺസേൺഡ് ടീച്ചറുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.